ആ താമരെ നിന്നെ ഇനി വീട് വരെ വരണ്ടല്ല, ചിട്ടിക്കാശിറങ്ങി തന്നേരി. ഈ മാസത്തെ നറുക്കെങ്കിലും എനിക്ക് അടിക്കോ ഭാസ്കരേട്ടാ? ഈ പ്രാവശ്യം താമരക്ക. അതിരിക്കട്ടെ, ഒരു കാർന്നൊരു ദത്തെടുത്ത് പറഞ്ഞാടല്ലോ. ദത്തെടുത്തൊന്നുമല്ല, കളഞ്ഞു കിട്ടിയതാ. ഉടമസ്ഥരാരേലും വന്ന് അന്വേഷിച്ചാൽ ചിലപ്പോ തിരിച്ചു കൊടുക്കേണ്ടി വരും. ഒരു പ്രായം കഴിഞ്ഞ പിന്നെ ആർക്കാ വേണ്ടത്? താമരെ, നീ വേഗം വീട്ടിലേക്ക് ചെല്ല്. അവിടെ അവിടെ ആള് കൂടി ഉണ്ട്. കാരണവരുടെ കാര്യം പോക്ക. ഇന്ന് ഇതിനൊരു സമാനം ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ ഇവിടുന്ന് പോകും. എന്റെ പൊന്നു ചേട്ടാ ഒന്ന് അടങ്ങ്. ഏതായാലും ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്ന ആലോചിക്കാം. എന്താലോചിക്കാൻ? അതല്ലെന്നേ മോനമാഷ് പറഞ്ഞതിന് ന്യായം ഉണ്ടല്ലോ, നമുക്ക് ആലോചിക്കാം. ഇനി ആലോചിക്കാനൊന്നുമില്ല. തോന്നിവാസം കാണിച്ചിട്ട് എന്താ കേപ്പിക്ക് എന്താ പറ്റിയേ? പറ്റിയത് കേപ്പിക്കല്ല, ഇവർക്കാ. ഇവർ ഉണക്കാനിട്ടിരുന്ന വലയെടുത്താ കേപ്പിതാ കുന്ത്രാണ്ടം കെട്ടിയിരിക്കണേ. ഈശ്വരാ, താഴെ ഇറങ്ങിയപ്പോ ഇത് പൊട്ടിയെന്ന് അടിപൊളി. എന്ത് പണിയാണ് ഈ കാണിച്ചേ? ഇവർക്ക് മീൻ പിടിക്കാനുള്ള വലമുറിച്ചിലാണ് കളിക്കണത്. ആർക്കും വേണ്ട, തറയെ കിടന്ന പഴയ സാധനമാ മോളെ. വേണ്ടാത്തൊന്നുമല്ല, ഉണക്കാനിട്ടിരിക്കുന്നതാ. അതെനിക്കറിയോ. എത്ര രൂപയുടെ സാധനം നശിപ്പിച്ചെന്നറിയോ? താൻ പറയുന്നത് കേട്ടാ തോന്നി ഞാൻ മനഃപൂർവ്വം ചെയ്തതാണെന്ന്. ഇതിന് അവകാശികളുണ്ടോ എന്ന് 2 പ്രാവശ്യം ഞാൻ വിളിച്ചു ചോദിച്ചത്. അപ്പോഴാരെയും കണ്ടില്ലല്ലോ. ഞങ്ങളുടെ വല നശിപ്പിച്ചിട്ട് കിടന്ന് ന്യായം പറയണ. കിളവനായതുകൊണ്ടാണ് കൈവയ്ക്കാത്തത്. എവിടെ നിന്ന് കിട്ടിയത് ഇതിന്? ഞങ്ങളുടെ ഒരാഴ്ചത്തെ പണിയും കളഞ്ഞിട്ട് ചണകൊട പറയുന്നു. തീരെ മര്യാദയില്ലാത്ത കൂട്ടരാ മോളെ ഇത്. വള്ളവും വലയും പരിചയമില്ലാത്തൊരു കിളവൻ അബദ്ധം പറ്റിയെന്ന് വിചാരിച്ച് ഇങ്ങനെയാണോ പെരുമാറുന്നത്? നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടത്? ഇതിന്റെ വില അത്രല്ലേ ഉള്ളൂ. ദയാദി മോതിര, എന്റെ മോതിരം എവിടെ? എന്റെ മോതിരം എവിടെയെന്ന്? കടലിൽ മീൻ പിടിക്കാൻ പോയിട്ടുണ്ടാവും. മോതിരം എവിടെ പോയി? നിങ്ങൾ വിഷമിക്കണ്ട. എത്ര ചെലവ് വന്നാലും വലയുടെ കേടുപാടുകൾ ഞാൻ തീർത്തു തന്നോളാം. നിന്റെ കേസായതുകൊണ്ട് ഞങ്ങൾ വിടുക. വാടോ വാടാ. ഈ കാരണവരെ കിട്ടിയെടുത്തതിനെ കൊണ്ട് കളയണമെന്നല്ല ചേട്ടാ. ഇന്ന് വല മുറിച്ച സ്ഥിതിക്ക് നാളാരെങ്കിലും തലമുറിക്കൂലെന്ന് എന്താ ഉറപ്പ്? ഈ പാർട്ടി അതായിട്ടെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. തുറന്നൊന്നും പറയുന്നില്ല. വഴിയുണ്ട്. നാടകത്തിന്റെ അടുത്ത രംഗം ആരംഭിക്കുന്നതിന് മുമ്പ് ഈ കാരണവരുടെ യഥാർത്ഥ കഥ നമ്മ അറിഞ്ഞിരിക്കും. മോന, ഈ കള്ളിനുള്ള ഗുണം എന്താണെന്നറിയാം നിനക്ക്? ഒരു ശകല അകത്ത് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ രഹസ്യങ്ങളൊന്നും അകത്തിരിക്കില്ല, എല്ലാം പുറത്തു വരും. എന്ന് പ്രതീക്ഷിക്കാം. ഏടാ നീ നോക്കൂ, ആ കാർന്നോരെ കൊണ്ട് എല്ലാ കഥയും ഞാൻ പറയിപ്പിച്ചില്ലെങ്കിൽ ആലപ്പി അപ്പച്ചൻ എന്നുള്ള എന്റെ പേര് നിങ്ങൾ മാറ്റിക്കോ. അങ്ങനെ ആ പേര് മാറ്റി ഇനി നല്ല പേരിടണ്ട. അതൊക്കെ വിട്, നമുക്കൊരു ആഘോഷം അടിച്ചു പൊളിച്ചാടിച്ചല്ലാന്ന്. ഇല്ലിമുളം കാടുകളിലെല്ലാം പാടി വരും തെന്നലേ തെന്നലേ, അല്ലിമലർക്കാവുകളിൽ വള്ളികളിൽ ഉയലാടും തെന്നലേ തെന്നലേ. ആ സാധനം നീക്കി പോയി. ഇത് ഗ്ലാസ് അവിടെ വെക്കി. ഞാൻ കറി എടുത്തേ. നല്ല അന്തിക്കള്ള ഒരെണ്ണം അടിക്കല്ലേ? എന്താ പേര് പറഞ്ഞേ? അപ്പച്ചൻ. സ്വന്തം മോമരെ പേരല്ലേ വിളിക്കുന്നത് അപ്പച്ചാന്ന്. അപ്പച്ചാ, ഞാൻ ഇതൊന്നും കഴിക്കാറില്ല. അയ്യോ, ഞങ്ങള് കേപ്പിയുടെ ഒരു സന്തോഷത്തിന്. കള്ളു കുടിച്ച സന്തോഷം വരുമെന്ന് ആരാ പറഞ്ഞേ? വെറുതെ വയറ് വീർപ്പിക്കാന്നല്ലാണ്ട്. ബ്രാൻഡ് കിട്ടുമോ? അപ്പൊ കഴിക്കല്ലേ? വെറുതെ മനുഷ്യനെ പേടിപ്പിച്ചാണ്. സർക്കാരിന് നികുതി കിട്ടുന്ന കാര്യമല്ലേ? പൗരബോധം കൊണ്ട് വല്ലപ്പോഴും. പൗരബോധം കൂടി എന്റെ അച്ഛന്റെ ബോധം ഫുൾ ടൈം പോയി കിടക്കാണ്. ബ്രാൻഡി അടുത്ത തവണയാട്ടെ. തൽക്കാലം കേപ്പി ഇതങ്ങോട്ട് പിടിപ്പിച്ചേ. ശുദ്ധമായ തെങ്ങിൻകള്ള ഒരളവിൽ അകത്ത് എഴുതുന്നത് ശരീരത്തിന് നല്ലതാണ്. വളരെ നല്ലതാ. ചെല്ലോട്ടെ. ഇയാള് കഴിക്കില്ല. പെണ്ണുങ്ങളുടെ എണ്ണം കഴിക്കില്ല. ഓ, മദ്യപിക്കാത്ത പെണ്ണത്തോടെ ഞാനങ്ങ് സഹിച്ചു. ഈ കടപ്പുറത്ത് സൽസ്വഭാവിയായ ഒരു ആൺകുട്ടിയുള്ളത് മോഹനം മാഷ. ഏത് സബ്ജക്റ്റ് എടുക്കുന്നത്? അങ്ങനൊന്നുമില്ല, വലയില് വീണ എല്ലാ സബ്ജക്റ്റും എടുക്കും. ഇപ്പൊ 2 ദിവസമായിട്ട് എടുക്കണ അയലേ മത്തിയാണ്. മാഷ് എന്നൊക്കെ ഒരു കളിയാക്കി വിളിക്കുന്ന. പണ്ട് TTCക്ക് ചേരാൻ ഒരു ശ്രമം നടത്തിയിരുന്നു, അതുകൊണ്ട്. Be friends with fools so that you can call yourself a genius. Take it. Yes. Oh, wild west wind, lift me as a wave, a leaf, a cloud. I fall upon the thorns of life. I bleed. അരെ വാ വാ വാ, എന്തൊരു അർത്ഥമുള്ള കവിതയെന്ന് പറയും മോനെ ഇത്. പക്ഷെ ഞാൻ എഴുതിയത് പോലെ അല്ല അങ്ങനെ ചൊല്ലിയത്. തമാശ കളിക്കാതെ കാര്യം ചോദിക്കാം. And swift and proud. മോന ശാരംഗ പറയുമ്പോ ഭംഗി വാക്കാണെന്ന് വിചാരിക്കില്ല. നിങ്ങൾ രണ്ടുപേരും എന്റെ ഫ്രണ്ട്സാണ്. പക്ഷേ ഇപ്പൊ അതിലും വലിയ ഫ്രണ്ട് ഈ കേപ്പിയ. എന്തോ അത്രയ്ക്കൊരു അടുപ്പം ഞങ്ങൾ അമ്മ ഉണ്ടായിപ്പോയി. എന്റെയും ഫ്രണ്ട് തന്നെയാ.
പ്രായമൊക്കെ പറഞ്ഞ് എത്ര പെട്ടെന്നാ KP നമ്മുടെ കൂട്ടത്തിലൊരാളായത്. പക്ഷെ നമ്മൾ കാണിക്കുന്ന അടുപ്പം കേൾപ്പിക്കും നമ്മളോടില്ല. ഇപ്പോഴും ചെറിയൊരു അകൽച്ചയില്ല. ശാരംഗ അങ്ങനെ പറയല്ലേ, അകൽച്ചില്ല. ശരി, ഒന്നും തുറന്നു പറയാത്ത ഒരാളെ ഫ്രണ്ടായിട്ട് എങ്ങനെയാ കണക്കാക്കണേ? ഇപ്പൊ നിനക്ക് എന്താ അറിയണ്ടേ? പറ, KP ആരാ, എവിടുന്ന് വന്നു, അല്ലേ? അതൊക്കെ അല്ലേ? ഞാനൊന്നും ചോദിക്കില്ല എന്ന് വാക്ക് കൊടുത്തിരിക്ക. അതുകൊണ്ട് എനിക്കിനി ഒന്നും അറിയണ്ടായേ. പക്ഷെ എനിക്കറിയണം. ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയണം KP എന്തിനാ കടൽ വന്ന് ചാടിയത്. ഞങ്ങളൊന്നും അന്യന്മാരല്ലെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി. KP എന്തിനാ മരിക്കാൻ പോയേ? ഞാൻ മരിച്ചില്ലെങ്കിൽ അവൻ എന്നെ കൊല്ലും. എന്നാ പിന്നെ കൊല്ലുമ്പോ ചത്തപ്പോലെ. അവൻ എന്നെ കൊല്ലാൻ പാടില്ല. അവൻ എന്നെ കൊന്ന IPC 302 പ്രകാരം അവൻ ജയിലിൽ പോവും. അതോടെ അവന്റെ ഭാര്യയും കുഞ്ഞും അനാഥമാവും. അത് പാടില്ല. കൊല്ലാൻ വരുന്നതിനോട് ഇത്ര സ്നേഹം വേണോ? എങ്ങനെ സ്നേഹിക്കാതിരിക്കും? കൊല്ലാൻ വരുന്നത് ആറ്റുതോട്ടുണ്ടായ എന്റെ ഏക മകനാണെങ്കിലോ. സ്വന്തം മോൻ അച്ഛനെ? ഓ, ആ വാർത്തയ്ക്ക് ഇവിടെ പുതുമയൊന്നുമില്ല. ദിവസവും പത്രത്തിൽ വായിക്കാറില്ലേ? ജന്മം നൽകിയ അച്ഛനെ കൊല്ലുന്ന മകൻ, നൊന്ത് പ്രസവിച്ച അമ്മയെ കൊല്ലുന്ന മകൻ, മക്കളെ കൊല്ലുന്ന അമ്മ, മകളെ കൊല്ലുന്ന അച്ഛൻ. രക്തബന്ധങ്ങൾക്കൊന്നും ഇവിടെ ഒരു സ്ഥാനവും ഇല്ല. ആർക്കും ആരെയും കൊല്ലാം, ആർക്കും ആരെയും കൊല്ലാം, ആർക്കും ആരെയും കൊല്ലാം. ആ പിന്നെ നമ്മുടെ ഫിലിം ഡയറക്ടർ ലാൽ ജോസ് ഇല്ലേ? ഞാൻ നാടകം കഴിഞ്ഞ് ലാൽ ജോസിനെ കൂടെ കണ്ടിട്ടേ വരുള്ളൂ. ശരി അപ്പച്ചാ, പോണ വഴിക്കാ പള്ളിക്ക് നേർച്ചിട്ടിട്ട് പോണേ കേട്ടാ. ശരി അമ്മായി. ഇന്നെങ്കിൽ നിന്റെ നാടകത്തിന് കൂവലിട്ടായിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നെ മാതാവേ. KP കുമാരപ്പണിക്കര് പള്ളിയില് മുട്ടുകുത്തി കുരിശ് വരയ്ക്കല്ലേ? പേര് ഞാൻ മറന്നു. അപ്പച്ചൻ. അപ്പച്ചാ, മനുഷ്യന്റെ വ്യഥകൾ ഇറക്കി വെക്കാനുള്ള അത്താണിയാണ് എല്ലാ ദൈവങ്ങളും എല്ലാ ആരാധനാലയങ്ങളും. നിനക്കിന്ന് നാടകം ഉണ്ട് അല്ലേ അപ്പച്ച? ഓ അച്ഛാ, ഇന്ന് അരിപ്പാടാ. ഓ, ഈശോമിശിയാക്കി സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അച്ഛന് മനസ്സിലായില്ലേ? നമ്മുടെ താമരയുടെ വീട്ടിൽ താമസിക്കണ. ആ, വിവരങ്ങളൊക്കെ അറിഞ്ഞു. പരിചയപ്പെടാൻ ഇതുവരെ സാധിച്ചില്ല. എന്താ പേര്? കുര്യൻ പൗലോസ്. KP എന്ന് വിളിക്കും. ആ, ചെറുപ്പത്തിലെ അച്ഛൻ നഷ്ടപ്പെട്ട കുട്ടിയാ. ഇപ്പൊ അച്ഛന്റെ സ്ഥാനത്താ KP. അതെ, രക്തബന്ധത്തെക്കാൾ വലിയ ബന്ധമുണ്ടെന്ന് എന്നെ ബോധ്യപ്പെടുത്തത് ആ കുട്ടിയാ. എനിക്കിപ്പോ അവള് മകള് തന്നെയാ. KPക്ക് ബന്ധുക്കളായിട്ട് സത്യം പറഞ്ഞ എല്ലാരും ഉണ്ട്, എന്നാൽ ആരും ഇല്ലതാനും. ഓ. എനിക്ക് 6 ആൺമക്കളാ. മക്കളൊക്കെ എന്തു ചെയ്യണു? ദൈവം 6 ആൺമക്കളെ തന്നപ്പോ എല്ലാം ആയി എന്ന് ഞാൻ കരുതി. പക്ഷെ നമ്മളെ സ്നേഹിക്കാനും നമുക്ക് സ്നേഹിക്കാനും പെമ്മക്കളാച്ചോ നല്ലത്. ഈ അവസാന കാലത്ത് ഒരു മകളുടെ സ്നേഹവും പരിചരണവും ഒക്കെ എൻ്റെ ആരുമല്ലാത്ത ഒരു പെൺകുട്ടിയിൽ നിന്ന് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ നടന്നോ, എനിക്കിത്തിരി തിരക്കുണ്ട്. അച്ചോ നിക്കച്ചോ. അതെ, എനിക്ക് മനസ്സിലാവാഞ്ഞിട്ട് ചോദിക്കുകയാണ്. ഇതിൽ ഏത് കഥയാണ് നേര്? ഇന്നലെ പറഞ്ഞതാ അതോ ഇപ്പൊ പറഞ്ഞതാ? ഇന്നലെ എന്ത് പറഞ്ഞു? ഒരു മോനെ ഉള്ളൂ, ആ മോൻ കൊല്ലാൻ നടക്കാന്നൊക്കെ. എപ്പാ? കടപ്പുറത്ത് വെച്ച് കള്ളു കുടിച്ചോണ്ടിരുന്നപ്പോ. കള്ളു കുടിച്ചോണ്ടിരുന്ന സ്വഭാവത്തിൽ പറയുന്നതാണോ കള്ളിന്റെ പുറത്ത് പറയുന്നതാണോ വിശ്വസിക്കുന്നത്? അപ്പൊ ശരിക്കും പേരെന്താണ്? കുര്യൻ പൗലോസ് എന്നാണോ അതോ കുമാരൻ പണിക്കർന്നാണോ? തനിക്ക് എന്റെ ജാതി അറിഞ്ഞിട്ട് എന്ത് വേണം? എനിക്ക് കല്യാണം ആലോചിക്കാൻ പോകുന്നോ? ഒരു കാര്യം ചെയ്യ്, ക്രിസ്ത്യാനികൾ കുര്യൻ പൗലോസ് വിളിച്ചോട്ടെ, ഹിന്ദുക്കൾ കുമാര പണിക്കർന്ന് വിളിച്ചോട്ടെ. രണ്ടിലും KP ഉണ്ടല്ലോ. വർഗീയവാദി കളിക്കുന്ന നാടകം ഇതാ. പിന്നെങ്ങനെ? ഹിന്ദു ആണോ ക്രിസ്ത്യാനിയാണോ? ഇറങ്ങിക്കോ. ഹലോ, എത്രയാ? 700. 1000 രൂപയുണ്ട്, ബാക്കി 300 വെച്ചോ. ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്, പാക്കറ്റൊക്കെ അങ്ങോട്ട് കൊടുത്തു. KP ഇത് എവിടെയായിരുന്നു? ഞാൻ ടൗൺ വരെ ഒന്ന് പോയതാ. എന്നാ ഞങ്ങൾ വിട്ടോട്ടെ KP. നിക്ക് ഇത്ര നേരം കൂടെ എടുത്തിട്ട് നിങ്ങളെ വെറും കൈയോടെ വിടാൻ പറ്റത്തില്ല. 500 രൂപയുണ്ട്, ഒരു സിനിമ കണ്ടോ, കാപ്പിയും കുടിച്ചോ. പിന്നെ ഒരു പുതിയ സിനിമ ഇറങ്ങിയിട്ടുണ്ട്, അച്ഛനൊരു ഉമ്മ. അത് കാണരുത്. എൻ്റെ മോൻ ഫിലിപ്പ് നിർമ്മിച്ചതാ. തല്ലിപ്പൊളിയായിരിക്കും. സ്വന്തം അപ്പനെ ചവിട്ടി പുറത്താക്കിയിട്ട് അച്ഛനൊരു ഉമ്മ. നിങ്ങൾ ചെല്ല്.
വാ. വാ, വാ. ഫിലിപ്പ് മോൻ KP, ആ. ഈ ഫിലിം പ്രൊഡ്യൂസർ ഫിലിപ്പ് KPയുടെ മോനാണോ? ഓ ഇനി അത് കൊട്ടിക്കൊഴിച്ചിട്ട് വേണം ആൾക്കാർ അന്വേഷിച്ച് വരാൻ. അതെ, ഒരു ചായ കുടിച്ചാലോ? KP കാണാൻ താമരാകെ വിഷമിച്ചിരിക്കുക. എന്ന് വെച്ച് പോകേണ്ട അടുത്ത് പോകാതിരിക്കാൻ പറ്റുമോ? നമ്മൾ അവിടെ അടുത്തേക്ക് തന്നെയാ പോകുന്നത്. ആ KP സാറേ, ഞങ്ങ പിടിച്ചോളാം. എനിക്ക് പിടിക്കാനുള്ളതേ ഉള്ളൂ. കവറുതാ. വേണ്ട, ഞാൻ പിടിച്ചോളാം. എവിടെയെങ്കിലും പോകുമ്പോ പറഞ്ഞിട്ട് പോണം, അല്ലാതെ മനുഷ്യന് വെറുതെ തീ തീറ്റിക്കരുത്. നീ എന്താ കരുതിയേ ഞാൻ പിന്നെ കടലിൽ ചാടി ചാകാൻ പോയെന്നോ? ഇതൊക്കെ വാങ്ങിക്കാൻ ടൗൺ വരെ ഒന്ന് പോയതല്ലയോ? അവിടെ ചെന്നപ്പോഴാ കുഞ്ഞുഞ്ഞിന്റെ കാര്യം ഓർത്തത്. എൻ്റെ ഇളയ മോനില്ലയോ, സ്റ്റെബിലൈസർ കമ്പനി നടത്തുന്ന സേവിയർ, അവൻ്റെ കൊച്ചാ കുഞ്ഞുഞ്ഞ്. ഞങ്ങൾ വലിയ കമ്പനിയാ. രഹസ്യമായിട്ട് അവനെ ഒന്ന് കാണാൻ സ്കൂൾ വരെ പോയത്, അതാ താമസിച്ചേ. വേണ്ടപ്പെട്ടവര് വന്ന് വിളിച്ചാ അവസാനം ഞങ്ങളേക്ക് ഉപേക്ഷിച്ചിട്ട് പോകുന്നറിയാം. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പരിഷ്കാരങ്ങളുടെ ലോകത്ത് സ്നേഹത്തിൻ്റെ നനവൊന്നും KP കണ്ടിട്ടില്ല. അത് നിങ്ങളിലൊക്കെയാ കണ്ടത്. അതുകൊണ്ട് ഇനി ഇതാണ് എൻ്റെ ലോകം. പിടിക്കേ. ഇതൊക്കെ KP നിനക്ക് വേണ്ടി വാങ്ങിച്ചാടി? ആ ടാക്സി പിടിച്ച് ടൗണിൽ പോയത് ഇതൊക്കെ മേടിക്കാനാ. വാങ്ങിച്ചോ? കഴിഞ്ഞ ദിവസം നീ ബിരുണിയോട് പറയുന്നത് ഞാൻ കേട്ടായിരുന്നു. ഇന്ന് നിന്റെ പിറന്നാളാണെന്ന്. ഇതെല്ലാം അച്ഛൻ്റെ പിറന്നാൾ സമ്മാനങ്ങളാ. മോക്ക് എന്താ ഇഷ്ടാവുക അറിയാത്തതുകൊണ്ട് കണ്ണി കണ്ടതെല്ലാം വാങ്ങിച്ചു. കേക്കും ഉണ്ട്, ബ്ലാക്ക് ഫോറസ്റ്റ്. അതാ കുഞ്ഞുഞ്ഞിന്റെ ബർത്ത്ഡേക്ക് വാങ്ങിക്കുന്നത്. ഞാനിവിടെ വന്നിട്ട് ആദ്യമായിട്ടാ മോളുടെ പിറന്നാള്. അത് ഗംഭീരാക്കിയില്ല, പിന്നെ ഞാൻ എന്തിനാ അച്ഛനാണെന്ന് പറഞ്ഞു നടക്കുന്നത്? ആദ്യമായിട്ട് ഇങ്ങനെയൊക്കെ. ഈ KP ആരാന്നെന്റെ വിചാരം? കോടീശ്വരനാ, കോടീശ്വരൻ. ഒരുപാട് സിനിമകൾ നിർമ്മിച്ചിട്ടുള്ള ഗോൾഡൻ മൂവീസ് ഫിലിപ്പ് സാറിന്റെ അപ്പനാ ഈ KP സാറ്. ബാങ്കിൽ കോടികളുണ്ടാവും. പോക്കറ്റിൽ നിന്ന് കാശെടുത്ത് വീശണ്ടറിയാമല്ലേ? ആ ടാക്സിക്കാരൻ 300 രൂപ കൊടുത്തു, മറ്റേ പിള്ളേർക്ക് 100 രൂപ വെച്ചു. ആ കയ്യിലുണ്ടെങ്കിൽ എല്ലാവർക്കും ഞാൻ കൈ നിറച്ച് കൊടുക്കും. അതുകൊണ്ടെന്താ, നമുക്കൊരാവശ്യം വരുമ്പോൾ നമുക്ക് കൈ നിറച്ച് കിട്ടും. ഇന്ന് തന്നെ ഇവളുടെ പിറന്നാളിന് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞാൻ വിഷമിച്ച് കവലയിൽ നിൽക്കുമ്പോൾ ആ ചിട്ടിക്കാരൻ പൈസ കൊണ്ടുവരുന്നു. ആ 10,000 രൂപയ്ക്ക് എല്ലാം ഭംഗിയായിട്ട് നടന്നേ. ഏത് 10,000? നിനക്ക് ചിട്ടി അടിച്ച 10,000. എന്നാലും താമരയുടെ ചിട്ടികാശുകൊണ്ട് തന്നെ ഇതൊക്കെ. കാശിന് കാര്യത്തിൽ അവളുടെ ഒന്നും എൻ്റെ ഒന്നുള്ള വ്യത്യാസം ഉണ്ടോ മാഷേ? ബാക്കി 350 രൂപയും ചില്ലറയുണ്ട്, സൂക്ഷിച്ച് ചെലവാക്കണം. അപ്പൊ പിന്നെ സന്തോഷമായിട്ട് കേക്ക് മുറിക്കല്ലേ? പിന്നെ എല്ലാരും ഹാപ്പി ബർത്ത്ഡേ പാടിക്കൊടുക്ക്, ഹാപ്പി ബർത്ത്ഡേ പാടിക്കൊടുക്ക്. ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ. ഇതിലിപ്പോ കൂടുതലൊന്നും ആലോചിക്കാനില്ല. വിവാഹം സ്വർഗത്തിൽ നിശ്ചയിക്കപ്പെടുന്നു എന്നാണല്ലോ. ഇപ്പൊ തന്നെ നമ്മൾ തമ്മിൽ പരിചയപ്പെടാനും ഇയാൾ പെണ്ണന്വേഷിച്ച് നടക്കുകയാണെന്നും ഒന്നിനെയും പിടിക്കുന്നില്ലെന്ന് ഞാൻ അറിയാം. എന്താ കാരണം? ദൈവനിശ്ചയം. ശരിയാ. നമ്മളിപ്പോ കണ്ട ആ വീടും പറമ്പും അവളുടെ പേരിലുള്ളതാ. എന്റെ മോളായോണ്ട് പറയല്ല, കടലിൽ പോയി അധ്വാനിക്കുന്ന വേറെ ഏത് പെണ്ണുണ്ട് ഈ രാജ്യത്ത്? അതുകൊണ്ടല്ലേ ഞങ്ങൾക്കും കേട്ടപ്പോ താല്പര്യമായത്. പുലർച്ചെ പോയവര് വരാറായി, നമുക്കൂടെ നിൽക്കാം. വരുന്നതാണ് പെണ്ണ്. നാണിക്കെട്ടാ, ശരിക്കും നോക്കിയോ? KPയുടെ കൂടെ 2 ടീമുണ്ടല്ലോ. എന്തോ കോളുണ്ട് കേട്ടാ. എന്താണ് പുതിയ കൂട്ടുകാരൊക്കെ ആയിട്ട്? ഞങ്ങള് മോള് വരുന്നത് കാത്തു നിൽക്കുക. ഇവരെവിടെ കണ്ടിട്ടില്ലല്ലോ. ഞങ്ങൾ ശരിക്കും തൃക്കുന്നപ്പുഴക്കാരൻ. ഈ കരയെ വന്നിട്ട് കുറച്ചാളെ ആയുള്ളൂ. നിങ്ങ വിശ്വംബറിന്റെ വീട് വാങ്ങിച്ചാ? ഏത് നമ്മുടെ കണ്ണപ്പന്റെ കമ്പനിന്റെ പറയില്ല? അതേടാ. ഇന്നെന്താണ് പെയ്ത്ത്? ഇന്ന് ചാളയാണ്. നിങ്ങ എത്ര ഭാഗം ഇറക്കത്തിലാണ് വലയടിക്കുന്നത്? ഞങ്ങ 35 ഭാഗത്തിന്. ഏത് വള്ളത്തിലാ പോണത്? ഉദയസൂര്യനില്ല, സ്വന്തം വള്ളാണ്. പുതിയൊരു ലൂപ്പ് പോലെ വാങ്ങിയിട്ടുണ്ട്. നാളെ വല തന്നെയാ. നിങ്ങളെന്താ നേരത്തെ കര പിടിച്ചേ? തെക്ക് പടിഞ്ഞാറ് കരിങ്കാർ കണ്ടപ്പോ ഞാനാണ് പറഞ്ഞ നേരത്തെ പോരാ. മോള് കിട്ടോ? ചെല്ലടി. എനിക്കിഷ്ടായി. എന്നാ പിന്നെ നമുക്ക് ഇതങ്ങ് ഉറപ്പിക്കാം. പിന്നെന്താ? എന്തുറപ്പിക്കാന്ന്? അപ്പൊ ഒന്നും മനസ്സിലായില്ലല്ലേ? ഒരു പെണ്ണ് കാണലാ ഇവിടെ നടന്നത്. ഇതാണ് ചെറുക്കൻ, ഇത് ചെറുക്കൻ്റെ അമ്മാവൻ. വന്നേ വാ. അപ്പൊ എങ്ങനെയാ ബാക്കി കാര്യങ്ങൾ? അയ്യോ, അതൊക്കെ കണക്ക് വരേണ്ട കാര്യങ്ങളല്ലല്ലോ. എല്ലാം നിങ്ങളുടെ ഇഷ്ടം. അത് ന്യായം. പെണ്ണിന് വീടും പറമ്പും കൂടാതെ ചെറുക്കനൊരു പുതിയ വള്ളവും വലയും ഞാൻ വാങ്ങിച്ചു കൊടുക്കും. സന്തോഷം. അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങട്ടെ. അപ്പൊ ഉറപ്പിക്കാൻ ഞാൻ അങ്ങോട്ട് വരും.
ഈ പുതിയ വള്ളം വില എന്ത് വില വരുന്ന കേപ്പിയുടെ വിചാരം? എന്തുപോലെ വരും? ചുരുങ്ങിയതൊരു 15 ലക്ഷം. ദേ താമരയുടെ പേരിൽ 15 ലക്ഷത്തിന്റെ ചിട്ടിയൊന്നും ഇല്ലാട്ടാ. അത് തന്നെ ഒന്ന് കളിയാക്കിയതാണല്ലോ. അവിടെ ഒരു 10,000 രൂപ ഞാൻ ചെലവാക്കിയെന്ന് വെച്ചാൽ ഒന്നും വേണ്ട. ദേ എന്റെ ഈ മോതിരം വെറുതെ വിരലൊടിച്ച് കളയണ്ട. എന്ത് പറഞ്ഞാലും അപ്പ വിരലിൽ പിടിച്ചോളും. 15 അല്ല 20 ലക്ഷം എന്ന് പറഞ്ഞാലും ഈ KP വാക്ക് പറഞ്ഞ വാക്കാ. അത് ഞാൻ കൊടുത്തിരിക്കും, ഉറപ്പ്. ഇയാള് ഞങ്ങളുടെ താമര കടപ്പുറം വിട്ടു പോകുന്ന എനിക്ക് തോന്നല്ല. എന്താ? അവളുടെ കൂടെ ഈ കടപ്പുറത്തേക്കുന്ന ഒരു ചെക്കനെയാണ് അവൾക്ക് ആവശ്യം. അവളുടെ സമ്മതം ചോദിക്കാതെ ഉറപ്പിക്കാൻ പാടില്ലായിരുന്നു. അതിന് ഇനിയും വൈകിട്ടില്ലല്ലോ, നമുക്ക് അവിടെ സമ്മതം ചോദിക്കാടാപ്പാ. നീ വാ. അതാ ശരി. അല്ല പിന്നെ കേട്ടിടത്തോളം നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നത്. എപ്പോഴായാലും ഇവക്ക് ഒരുത്തം കൂട്ട് വേണ്ടേ? അങ്ങനെ ഏതെങ്കിലും ഒരുത്തും മതിയോ? അയാൾക്ക് എന്താണ് കുഴപ്പം? കാണാനും തിരക്കേടില്ല അല്ലടി. അപ്പൊ ചേട്ടൻ ഏത് കണ്ടോണ്ടാ കണ്ടത്? ഇവിടെ വെച്ച് നോക്കുമ്പോൾ തീരെ പോര സ്ഥലമായി. എന്നെ പോലെ എല്ലാം കഴിഞ്ഞ് മിടുക്കന്മാരെ എപ്പോഴും കിട്ടിയെന്ന് വരില്ല. ഉള്ളത് വെച്ച് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് സ്ത്രീധനായിട്ട് വള്ളം വലയൊക്കെ മേടിച്ചു കൊടുക്കാന്ന KP പറഞ്ഞിരിക്കുന്നത്. അതൊന്നും നടക്കണ കാര്യമല്ല. വീടും പറമ്പും മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് നമുക്ക് അവരോട് പറയാം. പെണ്ണിനെ പിടിച്ചാൽ പിന്നെ സ്ത്രീധനൊന്നും ഒരു പ്രശ്നമല്ലെന്നേ. കാര്യത്തോട് എടുക്കുമ്പോൾ അതൊക്കെ പ്രശ്നമാ ചേട്ടാ. ഇതിലിപ്പോ താമരയുടെ അഭിപ്രായം നോക്കേണ്ടേ? നീ എന്താ പറയുന്നേ? എന്റെ എല്ലാ കാര്യത്തിലും ഇന്ന് വരെ തീരുമാനം എടുത്തിട്ടുള്ളത് നിങ്ങളൊക്കെയല്ലേ. ഇക്കാര്യത്തിലും നിങ്ങൾ തീരുമാനിച്ചോ. വേണ്ടാന്ന് പറഞ്ഞാലും വേണോന്ന് പറഞ്ഞാലും ഞാൻ കേട്ടോളാം. ഇവനെന്ത് പറ്റി? മനസ്സിലായില്ലേ? ഇല്ല. ഇവള് കല്യാണം കഴിഞ്ഞു പോയാ പിന്നെ KP നോക്കേണ്ടി വരുന്ന അത്ര ടെൻഷനാ. അറിഞ്ഞാ ചെറുക്കൻ്റെ അമ്മ വന്ന് KPയുടെ കല്യാണം ഓടി പറഞ്ഞു. ഒരു കല്യാണം ഒഴിഞ്ഞു പോയ കാര്യമാണ് മാഷ് ഇത്ര സന്തോഷത്തിൽ പറയണേ. ഏയ് സന്തോഷമൊന്നുമില്ല. അത് സൈക്കിൾ ഓടിച്ചു വന്നെ കിതപ്പ്.